എല്ലാവർക്കും കേശുവിൻ്റെ വൃന്ദാവനത്തിലെ പുതിയ പുലരിയിലേക്ക് വീണ്ടും സ്വാഗതം. രാവിലെ കുളിയും വിളക്ക് കത്തിക്കലും ഒക്കെ കഴിഞ്ഞിട്ട് ഇത് ഞങ്ങളുടെ വീട്ടിൻ്റെ മുന്നിലുള്ള ഒരു യാത്രയാണ്. ഞങ്ങൾക്കത് ഭയങ്കര വിശ്വാസമാണ്. അവിടെ പ്രാർത്ഥിച്ചാൽ കാര്യങ്ങളൊക്കെ നടക്കുമെന്നൊക്കെ നമുക്കൊരു ഉള്ളിൽ തോന്നാറില്ലേ, അങ്ങനെ ഒരു സ്ഥലമാണ്. അപ്പോൾ രാവിലെ ഞാൻ എന്താ തിരിയൊക്കെ കൊണ്ടുവച്ച് അവിടെ ഒന്ന് തൊഴുതിട്ട് ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പിന്നെ ഇന്ന് അമ്പലത്തിൽ പോകണം, ശിവൻ്റെ അമ്പലത്തിലാണ് പോണത്. അപ്പോൾ അവിടേക്ക് കൊണ്ടുപോകാനായിട്ട് എരിക്കിൻ്റെ പൂ വേണം. അപ്പോൾ ഇന്ന് ഞാനല്ല അമ്പലത്തിൽ പോണത്, കേശുവിൻ്റെ അച്ഛൻ മാത്രമാണ് അമ്പലത്തിൽ പോണത്. അപ്പോൾ എരിക്കിൻ്റെ പൂവ് പൊട്ടിച്ച് കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ആവണക്കിൻ്റെ ഇല എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ എരിക്ക് നിറയെ പൂത്ത് നിൽപ്പുണ്ട്. ഞാനൊന്ന് പിടിച്ച് കെട്ടി പൂട്ടിയൊക്കെ വെച്ചിരിക്കുകയാണ്. ആ സ്ഥലം ഫുള്ള് കൈയടക്കിയത് കൊണ്ട് ഒന്ന് ഒതുക്കി നിർത്തിയിട്ടുണ്ട്. അങ്ങനെ ഞാനിന്നിപ്പോൾ ഒരു 108 പൂവ് പൊട്ടിച്ചെടുക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ എണ്ണി വന്നപ്പോഴേക്കും എണ്ണമൊക്കെ തെറ്റി. പിന്നെ അങ്ങനെയൊന്നും നോക്കിയില്ല, അല്ലാണ്ട് തന്നെ കുറച്ച് പൂക്കളെടുത്ത് ഇപ്പോൾ എല്ലാം കൂടെ ഒന്ന് പിടിച്ച് കെട്ടി വെച്ചതുകൊണ്ടാണെന്ന് തോന്നുന്നു പൂക്കൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിൽ കാ വരാൻ നേരത്ത് പൂക്കൾ കുറച്ചൊന്ന് കുറയും. പിന്നെ അത് കാ വന്ന് അത് ഉണങ്ങി പൊട്ടി അടുത്ത പരാഗണം നടക്കേണ്ട സമയമൊക്കെ ആവും. അപ്പോൾ എന്താ ഞങ്ങൾക്ക് ഇത്രയും പൂ കിട്ടിയിട്ടുണ്ട്. 108 ഏകദേശം ചിലപ്പോൾ അതിൽ കൂടുതലൊക്കെ കാണുമായിരിക്കും. ഇനി ഇതും കൊണ്ട് പുള്ളിക്കാരൻ നേരെ അമ്പലത്തിലേക്ക് പോവും. സാധാരണ അച്ഛനും മോനും കൂടെ ഒരുമിച്ചാണ് അമ്പലത്തിൽ പോണത്. ഇന്നിപ്പോൾ കേശു നല്ല ഉറക്കമാണ്, മോൻ ഉണർന്നിട്ടില്ല. ഇന്നലെ ഒരുപാട് ലേറ്റായി ഉറങ്ങാനായിട്ട്, അതുകൊണ്ട് ആൾ നല്ല ഉറക്കം. പിന്നെ ചേട്ടന്മാരൊക്കെ ഉണ്ട് വീട്ടിൽ, അവരും കൂടെയൊക്കെ ഉണ്ടെങ്കിൽ ആൾക്ക് എല്ലാം ഭയങ്കര മടിയാണ്. അവരുടെ കൂടെ കളിക്കുകയുള്ളൂ, അവരുടെ കൂടെ ഉണ്ണുകയുള്ളൂ, അവരുടെ കൂടെ ഉറങ്ങുകയുള്ളൂ. പിന്നെ ഇനി ഞങ്ങളെയൊന്നും വേണ്ട, 3 പേരും കൂടെ ആയാൽ ഭയങ്കര മേളമാണ്. അപ്പോൾ അവന്മാരുടെ കൂടെ കിടന്ന് നല്ല ഉറക്കമാണ് ആൾ. അമ്മ ഇവിടെ മുട്ടക്കറിക്കുള്ള സവാളയൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് കാപ്പി ഇടിയപ്പവും മുട്ടക്കറിയുമാണ്. ഇന്ന് എല്ലാവരും ഉള്ള ദിവസമല്ലേ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാത്രം ഉണ്ടാക്കുന്ന രീതിയിലും ക്വാണ്ടിറ്റിയിലും ഒന്നും ഉണ്ടാക്കിയാലൊന്നും പോരല്ലോ. അങ്ങനെ അമ്മ അവിടെ ഒരു കസേരയൊക്കെ ഇട്ട് അവിടെ ഇരുന്ന് അങ്ങ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുപോലൊരു കസേരയൊക്കെ കൊണ്ടിട്ട് അവിടെ ഇരുന്നൊക്കെ കട്ട് ചെയ്തപ്പോൾ നല്ല രസമുണ്ട്. നല്ല കാറ്റൊക്കെ കൊണ്ട് അവിടെ ഇരുന്ന് എല്ലാം കട്ട് ചെയ്തെടുക്കാനായിട്ടൊക്കെ പറ്റും. ഞാൻ ഇവിടെ വാഴയില എടുക്കാനായിട്ട് വന്നതാണ്. അപ്പോൾ ഇടിയപ്പവും മുട്ടക്കറിയും ആണല്ലോ ഇന്നത്തെ കാപ്പി. അപ്പോൾ ഇടിയപ്പം ഉണ്ടാക്കണത് ഞങ്ങളിങ്ങനെ വാഴയിലയിലാണ്. നല്ല ടേസ്റ്റാണ് വാഴയിലയിൽ ഇടിയപ്പം. നമുക്ക് എന്തുണ്ടാക്കി എടുത്താലും ഒരു പ്രത്യേക മണമാണല്ലോ. അതിൽ പൊതിച്ചോറൊക്കെ നമുക്ക് ഇത്രയും ഇഷ്ടമായിട്ട് വരുന്നത്. നല്ല ഒരു മണമൊക്കെയാണ് നമ്മളത് ഉണ്ടാക്കി എടുക്കുമ്പോഴേക്ക്. അപ്പോൾ ഞാനും അനന്തവും കൂടെയാണ് വാഴയിലേക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് വന്നത്. ഇനി ഇത് കൊണ്ടുപോയിട്ട് ഇതിൽ വേണം ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ അല്ലാണ്ട് നമ്മൾ ഇടിയപ്പം ഉണ്ടാക്കുമ്പോൾ അറിയാമല്ലോ, നമ്മൾ ഇഡ്ഡലി കുട്ടകത്തിനകത്ത് വെച്ച് ഇഡ്ഡലി തട്ടിലൊക്കെയാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഉണ്ടായിട്ടല്ല ഇരിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾക്ക് അത്ര അത് വലിയ ഇഷ്ടമല്ല. ഇതിലാകുമ്പോൾ കുറച്ചൊന്ന് പരന്നിരിക്കുകയും ചെയ്യും, കാണാനും നല്ല ഭംഗിയാണ്, നല്ല മണമാണ്. എല്ലാം കൂടെ ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു കാപ്പിയൊക്കെ കുടിക്കാനായിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെടും. അപ്പോൾ ഞാൻ കുറേ വാഴയിലേക്ക് പൊട്ടിച്ചുകൊണ്ട് വന്ന് അവിടെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ചേച്ചി അതിനെല്ലാം ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ്. ഇപ്പോൾ വാഴയില നമ്മളിപ്പോൾ ഫ്രഷായിട്ട് ഒടിച്ചുകൊണ്ട് വന്നാലും നല്ല പൊടി കാണും വാഴയിലയിലെല്ലാം. അപ്പോൾ അതിനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിലേക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അങ്ങനെ വാഴയില എല്ലാം കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇനി ഇടിയപ്പത്തിനുള്ള മാവ് നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കണമല്ലോ. അപ്പോൾ ഇപ്പോഴറിയാമല്ലോ, നമുക്ക് പച്ചവെള്ളത്തിൽ നനയ്ക്കണ മാവൊക്കെ കിട്ടാറുണ്ട്. പക്ഷേ അത് നല്ല സോഫ്റ്റാണ് കേട്ടോ. ഞാൻ 1-2 വട്ടം വാങ്ങിച്ചിട്ടുണ്ട് പച്ചവെള്ളത്തിൽ നനയ്ക്കുന്ന ഇടിയപ്പത്തിൻ്റെ മാവ്. നല്ല സോഫ്റ്റായിട്ടിരിക്കും, കൈക്കും വേദനയില്ല, പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടൊക്കെ പറ്റും. പക്ഷേ ഇത് ഞങ്ങളുടെ വീട്ടിൽ പൊടിച്ച മാവാണ്. ഇന്നിപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവൊന്നും പോയി വാങ്ങാനൊന്നും സമയം കിട്ടിയില്ല. അപ്പോൾ പൊടിച്ച് വെച്ച മാവാണ്. ഇനി ഇതിൽ നല്ല തിളച്ച വെള്ളം ഒഴിക്കണം, അതിലേക്ക് ഉപ്പിട്ട് നല്ലതുപോലെ ഒന്ന്
കൈകൊണ്ട് നല്ല പദം വരുത്തിയെടുക്കണം. അതാണ് അടുത്ത പരിപാടി. അപ്പോൾ അറിയാമല്ലോ, എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇടിയപ്പത്തിന് മാവ് നനയ്ക്കാനായിട്ട്. ചൂട് ഒന്ന് തൊടാൻ പോലും പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അമ്മയൊക്കെ ഇങ്ങനെ ചൂട് കൈ കൊണ്ടൊക്കെ പാത്രങ്ങളൊക്കെ എടുക്കുന്നത് കാണുമ്പോൾ ഭയങ്കര അതിശയമായിരുന്നു. അയ്യോ, എങ്ങനെയാണ് അമ്മയ്ക്ക് ഈ ചൂട് കൈ കൊണ്ടൊക്കെ പിടിക്കാനായിട്ട് പറ്റണമെന്നൊക്കെ തോന്നുമായിരുന്നു. ഇപ്പോൾ അറിയാമല്ലോ, നമ്മളിനി എത്ര ചൂടാണെങ്കിലും കൈ കൊണ്ടൊക്കെ പിടിക്കാനായിട്ട് നമുക്കൊരു കോൺഫിഡൻസ് വന്നു. എന്നാലും എനിക്ക് ചെറിയൊരു പേടിയുണ്ട് കയ്യിലൊക്കെ ഇട്ട് ഒന്ന് തൊടാനൊക്കെ എല്ലാം. അപ്പോൾ ഇതാ നമ്മളങ്ങനെ മാവ് നല്ല പദം വരുത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇനി ഇതാ മാവ് റെഡി ആയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് ഇടിയപ്പം ഉണ്ടാക്കാം, പത്തിരി ഉണ്ടാക്കാം, ഉറട്ട ഉണ്ടാക്കാം. എല്ലാത്തിനും ഇതാ ഈ ഒരു എന്ത് പറയാനായിട്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ മാവ് നനച്ചെടുക്കുന്നത്. ഇനി വാഴയില കീറി അതിൽ വേണം ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാനായിട്ട്. അപ്പോൾ ഇതാ ആ ജോലി ചേച്ചി ഏറ്റെടുത്തിരിക്കുകയാണ്, ഇളയ നാത്തൂനാണ്. അപ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് ഇടിയപ്പത്തിൻ്റെ മാവെല്ലാം ഒന്ന് പിഴിഞ്ഞ് തരാമെന്ന് പറഞ്ഞ്. അപ്പോഴേക്കും എനിക്ക് ബാക്കി ജോലികൾ നോക്കണമല്ലോ. ഇനിയിപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങാപ്പീര ഇട്ട് കൊടുക്കണം. പ്രത്യേകിച്ച് നമ്മളെ രീതി എന്ന് പറഞ്ഞാൽ എന്ത് കാര്യത്തിനും തേങ്ങ ഉണ്ടെങ്കിലേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ എന്തോ പോലെയാണ്. മീൻകറി വെച്ചാൽ തിരുവനന്തപുരം മീൻകറി അറിയാമല്ലോ, നമുക്ക് തേങ്ങ അരച്ച് തന്നെ വെച്ചാലേ ഇഷ്ടപ്പെടുള്ളൂ. പക്ഷേ അങ്ങോട്ടൊക്കെ വടക്കോട്ടൊക്കെ സാമ്പാർ തേങ്ങ അരച്ച് വെക്കുമെന്നും ചിക്കൻ കറി തേങ്ങ അരച്ച് വെക്കുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് അതൊന്നും ചിന്തിക്കാനായിട്ടേ പറ്റില്ല. തേങ്ങ അരച്ച് വെച്ച് സാമ്പാറെന്നോ അല്ലെങ്കിൽ തേങ്ങ അരച്ച് വെച്ച് ചിക്കൻ കറിയെന്നോ അതിനെപ്പറ്റി ചിന്തിക്കാനേ പറ്റില്ല. പക്ഷെ നമുക്ക് മീൻ കറിയിലും ഇങ്ങനെയുള്ള സംഭവങ്ങളിലെല്ലാം തേങ്ങാപ്പീരയും കൂടെ വേണം, ഇല്ലാണ്ട് അതിനെപ്പറ്റി ആലോചിക്കാനായിട്ട് വയ്യ. അപ്പോൾ എന്താ ഓരോ വാഴയിലയായിട്ട് വെട്ടി അതിനെ വീണ്ടും ചെറിയ ചെറിയ പീസാക്കിയിട്ടാണ് അതിലേക്ക് കുറച്ച് തേങ്ങാപ്പീര ഇട്ടിട്ട് അതിലേക്ക് നല്ല നൂലപ്പം പോലെയുള്ള, നൂലപ്പം എന്ന് പറയാൻ പറ്റൂല, ഇടിയപ്പത്തിന് അങ്ങോട്ട് നൂലപ്പം എന്നാണ് പറയണതെന്നാണ് തോന്നുന്നത്. അതേപോലെ നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞൊഴിക്കണം. പിന്നെ നമ്മുടെ സേവനാഴിയുടെ കാര്യം അറിയാമല്ലോ, പണ്ട് നമുക്കൊരു സേവനാഴി ഉണ്ടായിരുന്നു. എൻ്റെ ഈശ്വര, ആന പിടിച്ചാൽ പോലും അതിലിട്ട് പിഴിയാനായിട്ട് പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അതിലൊന്ന് പിഴിഞ്ഞെടുക്കാനായിട്ട്. അങ്ങനെ പിന്നെ അതിനെ മാറ്റിയിട്ടാണ് പിന്നെ ഇപ്പോൾ ഇരിക്കുന്ന സേവനാഴി വാങ്ങിച്ചത്. പക്ഷേ ഇതിപ്പോൾ നല്ല നമുക്ക് കൈക്ക് എതം വന്ന ഒരു സേവനാഴിയാണ്. നല്ലതുപോലെ നമുക്ക് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നല്ലതുപോലെ അതിൽ ഇടിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇനി എനിക്കിപ്പോൾ ഞാൻ ഈ ഇടയ്ക്ക് വാങ്ങിയ ഒരു എന്താ പറയുക, ഒരു ഇരുമ്പ് ചട്ടിയാണത്. എനിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് എന്ത് സംഭവങ്ങളും അതിലോട്ട് വെക്കാനായിട്ട് പറ്റും. ഇപ്പം ഞാൻ വിചാരിക്കണോട്ടെ, ഇനി എന്ത് സാധനം വാങ്ങിയാലും ഇതേപോലെ കുറച്ച് ക്വാളിറ്റി ഉള്ളതും ഒരുപാട് വർഷം ഇങ്ങനെ ഇരിക്കുന്നതൊക്കെ ആയിട്ടുള്ള സാധനങ്ങൾ വാങ്ങാമെന്ന്. ഇവിടെ അമ്മ പറയണത് കേൾക്കാം, ഇത് എൻ്റെ മോനെ ഞാൻ പ്രസവിച്ചപ്പോൾ വാങ്ങിയതാണ്, ഇതെൻ്റെ മോൻ്റെ നൂലേട്ടന് വാങ്ങിയതാണെന്നൊക്കെ. ഇപ്പം തന്നെ അറിയാമല്ലോ. അപ്പോൾ ചേട്ടൻ ഇത്രയും പ്രായമായി ഇപ്പോഴും അമ്മയുടെ കയ്യിൽ അങ്ങനെയുള്ള പാത്രങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എൻ്റെ അമ്മ പറയണതൊക്കെ എനിക്ക് എൻ്റെ കല്യാണത്തിന് പ്രസൻറ്റ് കിട്ടിയ പാത്രമാണെന്നൊക്കെ. അപ്പോൾ ഞാൻ വിചാരിക്കും, എന്തായാലും ഇനിയിപ്പോൾ ഞാനും നല്ല ഒരു ക്വാളിറ്റി ഉള്ള പാത്രങ്ങൾ വാങ്ങി വെച്ചിരുന്നാൽ നാളെ കേശുവിൻ്റെ ഭാര്യയ്ക്കൊക്കെ അത് ഉപയോഗിക്കാമല്ലോ എന്നൊക്കെയാണ് ഞാനിപ്പോൾ വിചാരിക്കുന്നത്. പക്ഷേ ഇനി അവരുടെയൊക്കെ സമയമാകുമ്പോഴേക്ക് അവർക്ക് ചിലപ്പോൾ ഈ വീടൊന്നും ഇഷ്ടപ്പെടില്ല, ഇതൊക്കെ വിറ്റ് പറക്കുക, അവർ ചിലപ്പം വല്ല വിദേശത്തൊക്കെ ആയിരിക്കും. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാനായിട്ട് പറ്റില്ലല്ലോ അടുത്ത ജനറേഷനെ പറ്റി എങ്ങനെയാണെന്ന്. അവർക്ക് എങ്ങനെയാണോ സൗകര്യം, ഞങ്ങൾക്ക് അതിലൊന്നും യാതൊരു പരാതിയില്ല എന്നൊക്കെയാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. ആ സമയമാകുമ്പോൾ എൻ്റെ സ്വഭാവമൊക്കെ എങ്ങനെയാവുമെന്നൊന്നും അറിയാനായിട്ട് പറ്റില്ല. അപ്പോൾ എന്തായാലും ഇടിയപ്പത്തിനുള്ള സംഭവങ്ങളെല്ലാം അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതൊന്ന് വെന്ത് കിട്ടിയാൽ മതി. അപ്പം നമ്മൾ അതേപോലെ ആ വാഴയിലയിലാക്കിയിട്ട്, ഞാൻ പറയില്ല, ഒരു കണ്ണുള്ള പാത്രം ഉണ്ടല്ലോ, അതിനകത്താക്കിയിട്ടാണ് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇനി നമ്മുടെ ഇരുമ്പ് ചട്ടിയിൽ വെച്ചിട്ട് മുട്ടക്കറിയും കൂടെ ഉണ്ടാക്കണം. നല്ല രസം ഉണ്ടായാലും ഇളക്കിയൊക്കെ എടുക്കാനായിട്ടും. പിന്നെ
നമുക്ക് പണ്ടുള്ള ആൾക്കാരൊക്കെ ഇരുമ്പിലൊക്കെ ആണല്ലോ ആ സാധനങ്ങൾ വേവിച്ചൊക്കെ കഴിക്കുന്നത്. നമ്മളിപ്പോൾ നോൺ സ്റ്റിക്കിൻ്റെ കടന്നു വരവോടുകൂടി ഇങ്ങനെയുള്ള സംഭവങ്ങൾ എല്ലാം നമ്മളെടുത്ത് തൂക്കി എറിഞ്ഞിട്ട് എല്ലാം നോൺ സ്റ്റിക്കാണ് വാങ്ങി തുടങ്ങിയത്. ഇപ്പോൾ പറയാറില്ലേ, നമ്മൾ ഇതുപോലുള്ള പാത്രങ്ങളിലൊക്കെ ആഹാരം വെച്ച് കഴിക്കുകയാണെങ്കിൽ നമുക്ക് അയണിൻ്റെ ഗുളിക പോലും കഴിക്കേണ്ട ആവശ്യമില്ല, അയണിൻ്റെ കണ്ടൻറ്റൊക്കെ നമുക്കുള്ളിൽ അല്ലാണ്ട് തന്നെ ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും ഇനി അതിൻ്റെ ഒരു കുറവ് വേണ്ടെന്ന് വെച്ചിട്ട് ഈ പാത്രമൊക്കെ വാങ്ങിച്ച് വെച്ച് അപ്പോൾ ഇനി എല്ലാവരും ഇടിയപ്പമൊക്കെ കഴിക്കാനുള്ള തിരക്കിലാണ്. ഞാനത് കേശുക്കുട്ടനായിട്ട് കൊടുക്കാൻ വേണ്ടി എടുത്തതായിരുന്നു ഇടിയപ്പവും മുട്ടക്കറിയും. അങ്ങനെ കാപ്പിയെല്ലാം കുടിച്ച് കഴിഞ്ഞ് കേശുവിൻ്റെ അച്ഛൻ ഷോപ്പിൽ പോയി. എല്ലാവരും പിള്ളേരെല്ലാം അവിടെ ടി വിയുടെ മുമ്പിലൊക്കെ ഇരിക്കുകയാണ്. ഇനി അടുത്ത് ഉച്ചയൂണിനുള്ള കാര്യങ്ങൾ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളെല്ലാം കൊണ്ട് ഒരുമിച്ചാണ് ഇവിടെ ജോലി ചെയ്ത് തീർക്കണത്. പക്ഷേ ഇപ്പോൾ എല്ലാവരും കൂടെ ഉള്ളപ്പോഴേക്കും നമുക്ക് അതൊന്നും നടക്കില്ല. അങ്ങനെ ഇതാ ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്നതാണ്. ഇളയ നാത്തും വരുമ്പോഴാണ് ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൊണ്ടുവരണത്. അപ്പോൾ ചേച്ചി പൈനാപ്പിൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, ചാമ്പയ്ക്ക കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, പിന്നെ എന്താ അങ്ങനെയുള്ള കുറേ സംഭവങ്ങൾ, വാഴത്തട, ഇതെല്ലാം അവരത് നല്ല പക്ക നാട്ടുമ്പുറമാണ്. അപ്പോൾ അവർ വരണം, ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവിടെ നിന്ന് കൊണ്ടുവരാനായിട്ട്. മൂത്ത നാത്തും പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണല്ലോ താമസിക്കുന്നത്, അതുകൊണ്ട് അവിടെ നിന്ന് ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും പ്രതീക്ഷിക്കേണ്ട, അവരുടെ വീട്ടിൽ ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഞാൻ പൈനാപ്പിൾ 2 ദിവസമായി, ചേച്ചി ഇവിടെ 2-3 ദിവസം കൊണ്ടുണ്ട്. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് പൈനാപ്പിൾ നന്നായിട്ട് പഴുത്തിട്ടില്ലായിരുന്നു, അപ്പോൾ നല്ല പഴുക്കാനായിട്ട് എടുത്ത് വെച്ചിരിക്കുകയായിരുന്നു. ഇനി ഇതിൽ പൈനാപ്പിൾ പുളിശ്ശേരി ഉണ്ടാക്കണം. ഇവിടെ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ പുള്ളിക്കാരന് പൈനാപ്പിൾ പുളിശ്ശേരിയോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല. ഇവിടെ എനിക്കും നന്ദുവിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ പുളിശ്ശേരിയും ഒരു അച്ചാറും ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ആഹാരം കഴിക്കാനായിട്ട് അത് മതി. അപ്പോൾ ഇനി അതെല്ലാം കട്ട് ചെയ്തെടുക്കണം, പുളിശ്ശേരിക്കുള്ള സംഭവങ്ങളെല്ലാം. അങ്ങനെ പൈനാപ്പിൾ പുളിശ്ശേരിക്കുള്ള സംഭവങ്ങളൊക്കെ എല്ലാം കട്ട് ചെയ്ത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേണമെങ്കിൽ കുക്കറിൽ വെച്ച് വേവിക്കാം, അല്ലാണ്ട് തന്നെ വേവിക്കാം. കുക്കർ മാക്സിമം ഒഴിവാക്കുന്നതാണ് നല്ലത്, അല്ലാണ്ട് തന്നെ നമുക്ക് വേവിച്ചെടുക്കാം. ഇനി അടുത്ത് കപ്പ കൊണ്ടുവന്നിട്ടുണ്ട്. അവിടെ കപ്പയ്ക്ക് ഭയങ്കര വിലക്കുറവാണ്. ഞങ്ങളെ ഇവിടെ 1 കിലോ കപ്പയ്ക്ക് 40 രൂപയാണ് റേറ്റ്. അവിടെ 4 കിലോ കപ്പ 100 രൂപയ്ക്ക് കിട്ടും. അങ്ങനെ ചേച്ചി അവിടെ നിന്ന് വാങ്ങിക്കൊണ്ട് വന്നതാണ്. അവിടെ പിന്നെ ഇത്രയും റേറ്റ് കുറവ് എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരുടെ വീട്ടിലും കപ്പ കൃഷിയുണ്ട്, എല്ലാവരുടെ വീട്ടിലും. പിന്നെ അവിടെ ഒരു പൈനാപ്പിൾ തോട്ടമൊക്കെ ഉണ്ട് അവരുടെ. അപ്പോൾ അവിടെ പൈനാപ്പിൾ വാങ്ങിക്കൊണ്ട് വന്നതും 4 എണ്ണം 100 രൂപ, 4 എണ്ണം അല്ല 6 എണ്ണം 100 രൂപയ്ക്കായിരുന്നു. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് നാട്ടിൻപുറത്താണെങ്കിൽ അവിടെ നിന്നൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് നല്ല വേവണ കപ്പയെന്നാണ് ചേച്ചി പറഞ്ഞത്. നല്ല വേവണ കപ്പ കിട്ടിയാൽ ഭയങ്കര സന്തോഷമാണ്. നല്ല വെണ്ണ പോലെ വേവണ കപ്പ കിട്ടിയാൽ അത്രയും നല്ലത്. പിന്നെ വേവാത്ത കപ്പയും ചില്ലറക്കാരനൊന്നുമല്ല, നല്ല കരുവാട് കറിയും വേവാത്ത കപ്പയും വെച്ച് കഴിക്കാനായിട്ടൊക്കെ ഇവിടെ ഉള്ളവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എനിക്കിനി എന്തിൻ്റെ കൂടെ ആയാലും നല്ല വെണ്ണ പോലത്തെ കപ്പയാണ് കൂടുതലിഷ്ടം. അപ്പോൾ ഇനി കപ്പയും കൂടെ കട്ട് ചെയ്ത് അതും കൂടെ റെഡിയാക്കണം. പിള്ളേരെല്ലാം അവിടെ ഭയങ്കര മേളമാണ്. അമ്മയും ചേച്ചിമാരൊക്കെ അകത്ത് അവിടെ ജോലി തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് വെളിയിലിറങ്ങി ഇത് വെച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ അല്ലേ എനിക്ക് കൂടുതൽ ഇഷ്ടമാണ്. അപ്പോൾ ഇനി ഇതെല്ലാം നന്നായിട്ട് കട്ട് ചെയ്തെടുത്ത് അതിനെയും കൂടെ അങ്ങ് ചെറിയ പീസാക്കി വെച്ചാൽ മതി. പിന്നെ വേറൊരു സംഭവമുള്ള നല്ല വേവണ കപ്പയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെട്ടിമുറിച്ചിട്ടാലും പ്രശ്നമില്ല. വേവാത്ത കപ്പയാണെങ്കിൽ അതിന് വേണ്ടി തളരെ അരിയണമെന്ന് പറയുമല്ലോ, ചെറിയ പീസാക്കി അരിഞ്ഞിരിക്കണം. അതിന് കുറേ സമയം എടുക്കും. പിന്നെ ഇനി ഇതിനെ വെച്ചിട്ട് ഒരു അച്ചാറിടണം. ഇതിന് ജാമ്പയ്ക്ക് ജ്യൂസ് അടിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. നല്ല പിങ്ക് കളറും ആയിരിക്കും ഒരു ജ്യൂസിന്. പക്ഷെ നാരങ്ങയും കൂടെ വേണം. ഇവിടെ നിന്ന് നാരങ്ങ സ്റ്റോക്ക് ഇല്ലാത്തത് കൊണ്ട് ജ്യൂസ് അടിക്കാനൊന്നും നിന്നില്ല, അച്ചാറിടാമെന്ന് വിചാരിച്ച്. ഇത് അച്ചാറിട്ടാണ്ടല്ലോ നല്ല മധുരം ഉണ്ടായിരിക്കും, നല്ല ഒരു പുളിരസം ഉണ്ടായിരിക്കും. പിന്നെ എന്തൊക്കെ പറയാനായിട്ട് നല്ല ഒരു പ്രത്യേക ടേസ്റ്റാണ് അച്ചാറിടുമ്പോഴേക്ക്. ആ എരിവും മധുരവും ചെറിയൊരു പുളിപ്പ് നമ്മൾ വിനാഗിരിയൊക്കെ ചേർക്കുന്നതുകൊണ്ടാണ്. എല്ലാം കൂടെ ഒരു ടേസ്റ്റ് നല്ല ടേസ്റ്റാണ്. ജാമ്പയ്ക്ക് അച്ചാറിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇട്ട് നോക്കണം, നമുക്ക് എന്തായാലും അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഇനി ഈ സംഭവങ്ങളൊക്കെ ഒന്ന് കഴുകി ഊറ്റിയെടുക്കണം, അതാണ് അടുത്ത പരിപാടി.
അങ്ങനെ അരിഞ്ഞു പറക്കാനുള്ള സംഭവങ്ങളൊക്കെ അവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ ജോലിയെല്ലാം അമ്മയാണ് ഏറ്റെടുക്കുന്നത്. ഇന്ന് ഞാൻ അമ്മയ്ക്ക് കൊടുത്തില്ല. എനിക്കിങ്ങനെ പുറത്തൊക്കെ ഇരുന്ന് കട്ട് ചെയ്യാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. അതുമല്ല അമ്മയ്ക്ക് ചെറിയ കാലുവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഉള്ളപ്പോഴേക്കും അമ്മയ്ക്ക് കുറച്ച് റെസ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ച് അമ്മയ്ക്ക് പിന്നെ ഇനിതാ മീൻ കട്ട് ചെയ്യാനുണ്ട്. അങ്ങനെയുള്ള കുറേ സംഭവങ്ങളുണ്ട്. ഒരുപാട് റെസ്റ്റ് ഒന്നും അങ്ങനെയില്ല. പിന്നെ ഒരാൾ എൻ്റെ അടുത്ത് ഇങ്ങനെ മുള്ളുവാള കട്ട് ചെയ്യണതൊന്ന് വീഡിയോ കാണിക്കുകയോ ചേച്ചി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ആദ്യം മുള്ളുവാള വാങ്ങിയ സമയത്ത് സത്യം പറഞ്ഞാൽ പിന്നെ അതിനുശേഷം മുള്ളുവാള കണ്ണി കാണാൻ പോലും ഇല്ലായിരുന്നു. എനിക്കാണെങ്കിൽ വലിയ ഇഷ്ടമുള്ള മീനൊന്നും അല്ല മുള്ളുവാള. ഇപ്പോഴാണ് ഞാൻ പിന്നെയും കഴിക്കാൻ തുടങ്ങിയത്. വീട്ടിൽ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഇവിടെ അമ്മയ്ക്കും ചേച്ചിമാർക്കും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ ചേട്ടന് ഇഷ്ടമല്ല. ഇതിൻ്റെ ആ ഒരു മുള്ളൊക്കെ ഊരി കഴിക്കണ്ടേ, ആ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് മുള്ളുവാളയുടെ അടുത്തൊക്കെ ഇങ്ങനെ മുഖം തിരിക്കണത്. പക്ഷേ നല്ല ടേസ്റ്റാണ് മുള്ളുവാള കറി വെച്ച് കഴിക്കാനായിട്ട്. അതുപോലെ മുള്ളുവാള കട്ട് ചെയ്യണ വീഡിയോ ആണ് അവർ കൂടുതലും ചോദിച്ചിരുന്നത്. ഇതേ രീതിയിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് ചരിച്ചൊക്കെ വെച്ചിട്ട് മുള്ള് ഇതേപോലെ കട്ട് ചെയ്തില്ലെങ്കിൽ നമുക്ക് മുള്ളുവാള മീൻ കൂട്ടാനേ പറ്റൂല എന്നാണ് പറയണത്. അപ്പോൾ അത് നല്ല എക്സ്പീരിയൻസ് ഉള്ളവരെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഇങ്ങനെ ചരിച്ച് പിടിച്ചൊക്കെ വേണം കട്ട് ചെയ്യാനായിട്ട്. അതിങ്ങനെ അമ്മയുടെ ഒരു രീതിയാണ്, ഇങ്ങനെ ചവിട്ടി പിടിച്ച് കട്ട് ചെയ്യണത്. അല്ലാണ്ട് തന്നെ നമുക്ക് കത്തി വെച്ചിട്ട് ഇതേപോലെയൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ചരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ചരിച്ച് വേണം കട്ട് ചെയ്യാനായിട്ട്. അങ്ങനെ എടുത്താൽ മാത്രമേ മുള്ള് ഊരിയെടുത്ത് കഴിക്കാൻ പറ്റുള്ളൂ എന്നാണ് അമ്മയൊക്കെ പറയണത്. അപ്പോൾ ഇതൊക്കെ നല്ല പ്രാക്ടീസ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. കണ്ടില്ലേ, ആദ്യം ഇങ്ങനെ ഈ സൈഡ് ഇടത് സൈഡ് വെച്ച് ഇങ്ങനെ മുകളിലോട്ട് കട്ട് ചെയ്യും. അത് കഴിഞ്ഞിട്ട് അതിനെ ഒന്ന് തിരിച്ചിട്ട് അപ്പുറ സൈഡും അതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊണ്ടുവരും. എന്നാൽ മാത്രമേ അതിൽ മുള്ള് ഊരി കഴിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ എന്നോട് എപ്പോഴും ചോദിക്കുന്ന ആൾ ഇത് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇങ്ങനെയാണ് മുള്ളുവാള മീൻ കട്ട് ചെയ്യേണ്ടത്. ഇന്നും ഭയങ്കര അന്ന് ഞാനൊരു മുള്ളുവാള വാങ്ങിച്ച് നല്ല വിലയ്ക്കാണ് കിട്ടിയത്. ഒരു വലിയൊരു മുള്ളുവാളയായിരുന്നു, 100 രൂപയ്ക്ക് കിട്ടിയത്. പക്ഷേ ഇന്ന് നല്ല നഷ്ടമാണ് മുള്ളുവാള വാങ്ങിയത്. എന്നാലും ആൾ ചോദിച്ചതിൻ്റെ പേരിൽ മാത്രമാണ് ഇന്ന് ഞാൻ മുള്ളുവാള വാങ്ങിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കാണിച്ചത്. അപ്പോൾ മുള്ളുവാളയായിരുന്നാലും വലിയ മുള്ളുവാളയാണെങ്കിൽ കൂട്ടാനും അല്ല മുള്ളൊക്കെ കുറച്ച് നമുക്കൊന്ന് കൂട്ടാൻ പാകത്തിനുള്ളതായിരിക്കും. ഇത് ചെറുതായതുകൊണ്ട് അമ്മയും പറയാനുണ്ടായിരുന്നു ഇത് ഒത്തിരി പാടാണ് കഴിക്കാനെന്ന്. അപ്പോൾ ഞങ്ങൾ മുള്ളുവാളയും അയലയും കൊഞ്ചുമൊക്കെ വാങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ 100 രൂപയ്ക്ക് ഒരു ചട്ടി അല്ലെങ്കിൽ ഒരു ചരുവ മീനൊക്കെ കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു. ഇനി എന്തായാലും അവർ തന്നെ പറയണത് ന്യൂ ഇയർ കഴിഞ്ഞിട്ടേ രക്ഷയുള്ളൂ, ഉള്ളപ്പോൾ ഞങ്ങൾ വാരി തന്നില്ലേ മീനെന്നൊക്കെയാണ് പറയണത്. അപ്പോൾ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓരോരോ സമയത്തെ രീതിയല്ലേ. ഉള്ള സമയത്ത് അവരിഷ്ടം പോലെ നമുക്ക് തന്നിട്ടുണ്ട്. ഇപ്പോൾ മീൻ കുറവായിരിക്കും, അപ്പോൾ അവർ പറയണത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണമല്ലോ. അല്ലെങ്കിലും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എല്ലാ പ്രാവശ്യവും ക്രിസ്മസ് കഴിഞ്ഞാൽ അങ്ങനെ മീൻ കുറവായിരിക്കും. അവരൊന്നും അധികം അങ്ങനെ കടലിൽ മീൻ പിടിക്കാനൊന്നും പോവില്ല. ന്യൂ ഇയർ വരെ അവർക്കും എന്തൊക്കെയോ ചടങ്ങ് ആഘോഷങ്ങളൊക്കെ ഉണ്ടെന്നാണ് പറയാറ്. അപ്പോൾ എന്തായാലും ഇനി എല്ലാത്തിനുള്ള തേങ്ങയൊക്കെ വേണമല്ലോ. അപ്പോൾ അമ്മ അവിടെ മീൻ ഇതുവരെ കട്ട് ചെയ്ത് തീർന്നില്ല. എന്നും 1-2 ഐറ്റം മീൻ കാണുമല്ലോ. അപ്പോൾ ഞാൻ എല്ലാത്തിനും ഉള്ള തേങ്ങ എല്ലാം തിരുകിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പുളിശ്ശേരിക്കുള്ള കൂട്ട് തയ്യാറാക്കണം. അതിനായിട്ട് കുറച്ച് തേങ്ങാപ്പീര എടുത്തിട്ടുണ്ട്, അതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, ജീരകം എടുത്തിട്ടുണ്ട്, ഒരല്പം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി അതിനതാ മിക്സിയിലിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് അരയ്ക്കാനായിട്ട് പാടില്ല. നമ്മുടെ തൈര് ഒഴിച്ച് തന്നെ അരയ്ക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ അതെല്ലാം തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് അരച്ച് ഞാൻ പറഞ്ഞതുപോലെ വെണ്ണ പോലെ അരച്ചെടുക്കണം. ഇനി നമ്മൾ വേവിച്ച് വെച്ചിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ പുളിശ്ശേരിക്കുള്ള പൈനാപ്പിളെല്ലാം. അപ്പോൾ അത് നന്നായിട്ട് വെന്ത് ഉടച്ച് വെച്ചിരിക്കുകയാണ്. നല്ലതുപോലെ ഉടച്ചാൽ അത്രയും നല്ലത്. അപ്പോൾ ഞാൻ നന്നായിട്ട് ഇടിയെല്ലൊക്കെ ഇടിച്ച് ഉടച്ച് വെച്ചിരിക്കുകയാണ്. ഇനി അതിലേക്ക് ഈ ഒരു കൂട്ടങ്ങ് ഒഴിച്ച് കൊടുത്തിട്ട് ബാലൻസ് തൈരും കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് കറക്കി കൊടുത്താൽ മതി. ഒന്ന് ബാക്കിലോട്ട് കറക്കിയാൽ മതി. അപ്പോൾ അതൊന്ന് ഉടഞ്ഞ് കിട്ടും. അതും കൂടെ അതിലേക്ക് ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് പഴുത്ത പൈനാപ്പിൾ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്നാലും എനിക്ക് ഒരു അല്പം പൈനാപ്പിൾ പുളിശ്ശേരിക്ക് മധുരമാണല്ലോ മുന്നിട്ട് നിൽക്കേണ്ടത്. അപ്പം നമ്മളിതെല്ലാം ഇട്ട് കൊടുത്ത് ഉപ്പും ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ അതൊക്കെ ഒന്ന് ബാലൻസ് ആവുള്ളൂ, മധുരം കുറച്ച് കൂടുതൽ കിട്ടുള്ളൂ. അപ്പോൾ അതാണ് പൈനാപ്പിൾ പുളിശ്ശേരിയുടെ ഒരു കണക്ക്. അപ്പോൾ അതവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ നല്ല വേവണ കപ്പയുമാണ്. അതിലും കുറച്ച് ഞാൻ ഈ കപ്പയിൽ ചിലവർ കുറച്ച് തേങ്ങാപ്പീര അരയ്ക്കും, ഞാനതൊന്നും ചേർക്കാറില്ല. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടും,
ഒരു വെളുത്തുള്ളി ചതച്ചിടും, കുറച്ച് ഉപ്പും കൂടെ ഇട്ട് ഉടച്ചെടുക്കുകയേ ചെയ്യാറുള്ളൂ. അപ്പോൾ അതുപോലെ ഉടച്ച് വെച്ച കപ്പയും ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ചില കപ്പയുണ്ട് ഇതിനേക്കാളും വേവണ കപ്പയുണ്ട്, നമ്മളൊന്ന് തിളച്ചാൽ മാത്രം മതി, അത് ഭയങ്കരമായിട്ട് അങ്ങ് വെന്ത് കുഴയും. ഇതിപ്പോൾ കുറച്ചൊന്ന് നമ്മളൊന്ന് തവി കൊണ്ടൊന്ന് ഇടിച്ച് ഒന്ന് ഉടച്ചെടുക്കേണ്ടി വന്ന്, അത്രയേ ഉള്ളൂ. അങ്ങനെ പൈനാപ്പിൾ പുളിശ്ശേരിയും റെഡിയായി, കപ്പയും റെഡിയായി. ഇനി മീൻ വെക്കുന്നതെല്ലാം അമ്മയുടെ ഓൺ ഡ്യൂട്ടിയാണ്. അതിന് നമ്മൾ ആര് വന്നാലും, ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നാലും അമ്മയ്ക്ക് പറ്റൂല, അമ്മയ്ക്ക് തന്നെ വെച്ചാലേ അമ്മയ്ക്കൊരു തൃപ്തി വരുള്ളൂ. അപ്പോൾ അമ്മ അതാ മീനെല്ലാം കട്ട് ചെയ്ത് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കൊഞ്ച് തോരൻ വെക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ തലേ ദിവസം രാത്രി എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞങ്ങളിവിടെ അരിപ്പുട്ട വെച്ച്, നമ്മൾ പച്ചരിപ്പുട്ട വെച്ച് വെച്ചപ്പോഴേക്ക് മൂത്ത നാത്തൂൻ അവിടെ നിന്ന് കൊഞ്ച് തോരൻ വെച്ച് കൊടുത്തു വിട്ടായിരുന്നു. അപ്പോൾ അതാ ചേട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് വന്നിട്ട് കടയിലോട്ട് തിരിച്ചു പോണതാണ്. അപ്പോൾ കഴിക്കാനായിട്ട് ചേച്ചി ഇങ്ങനെ കൊടുത്തു വിട്ട്, അപ്പോൾ പച്ചരി പുട്ടിൻ്റെ കൂടെ കൊഞ്ച് തോരനും കൂടെ വെച്ച് കഴിക്കണം. അയ്യോ ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മളെല്ലാവരും കൂടെ അടിയായിരുന്നു രാത്രി കൊഞ്ച് തോരന് വേണ്ടി. തോരൻ അതോട്ട് തികഞ്ഞതും ഇല്ല, എല്ലാവർക്കും തോരൻ വേണമെന്ന് തരും. അങ്ങനെ വിചാരിച്ച് ഇന്ന് കൊഞ്ച് കിട്ടണമെങ്കിൽ ഉറപ്പായിട്ടും കൊഞ്ച് തോരൻ വെക്കണം, കൊഞ്ച് വാങ്ങണമെന്ന് വിചാരിച്ചാണ് ഇത്രയും വില ആയിരുന്നിട്ട് പോലും ഞങ്ങൾ കുറച്ച് കൊഞ്ച് വാങ്ങിയത്. അങ്ങനെ തോരൻ വെച്ചിരിക്കുകയാണ്. രാത്രി ഇനി പച്ചരി പുട്ടുമായിട്ട് കഴിക്കണം എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അത് നന്ദുവും കേശുവും കൂടെ അവിടെ ഇങ്ങനെ നമ്മൾ സോപ്പ് വെള്ളത്തിൽ ഇങ്ങനെ പതപ്പിച്ചിട്ട് അതിങ്ങനെ ബബിൾസ് പോലെ വരും, അങ്ങനെ അവിടെ കളിയായിരുന്നു. അപ്പോൾ ഇനി തൂത്തുവാരലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വൈകുന്നേരമായി. അപ്പോഴാണ് വാഴത്തട ഒന്ന് ഉപ്പിലിടാമെന്ന് വിചാരിച്ചത്. ഈ വാഴത്തടയും ഉപ്പിലിട്ട് കഴിച്ചാലും അടിപൊളിയാണ്, അച്ചാറിട്ട് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. അതുപോലെ തന്നെ വാഴത്തട തോരൻ്റെ കാര്യം പറയണ്ടല്ലോ, ഗുണങ്ങളും പറയണ്ട. അപ്പോൾ ഞങ്ങൾ ഇന്നലെ വാഴത്തട തോരനൊക്കെ ആയിരുന്നു വെച്ചിരുന്നത്. അപ്പോൾ ഞാനിന്ന് അമ്മയോട് പറഞ്ഞിട്ട് അത് മാറ്റി വെച്ചിരിക്കണേ. അപ്പോൾ ഞാനൊരു വീഡിയോ കണ്ടതാണ്. അപ്പോൾ ഞങ്ങൾ ഒരിടത്ത് പോയപ്പോഴേക്ക് അതിങ്ങനെ ഉപ്പിലിട്ട് വെച്ചിരിക്കണത് കഴിച്ചു നോക്കിയപ്പോഴും ഭയങ്കര ടേസ്റ്റ്, ഒരു അപാര ടേസ്റ്റായിരുന്നു. അങ്ങനെയാണ് എന്തായാലും ചേച്ചി കൊണ്ടുവരുമ്പോൾ നല്ല ഫ്രഷ് ആയിരിക്കുമല്ലോ, ആ സംഭവം വെച്ചിട്ട് ഒന്ന് അച്ചാറല്ല ഉപ്പിലിടാമെന്ന് വിചാരിച്ചത്. അങ്ങനെ ഇതാ ഞാൻ വീട്ടിൽ പോയപ്പോഴേക്കും അവിടെ അമ്മതായി മുളകൊക്കെ നട്ട് വളർത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് മുളകൊക്കെ കൊണ്ടുവന്ന് ഇനി വാഴത്തട കട്ട് ചെയ്തിട്ട് അത് ഒരു കുപ്പിക്കകത്താക്കിയിട്ടുണ്ട്. അതിലേക്ക് ഇനി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് കായം ഇട്ട് ഉപ്പിട്ട് പിന്നിതാ എരിമുളകും കൂടെ കട്ട് ചെയ്തിട്ടിട്ട് ഒരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം, ഇവിടെ അത്രയ്ക്കൊന്നും പോവില്ല, ഇന്നിട്ടാൽ നാളെ ഉപ്പ് പിടിച്ച് എരിവും പിടിച്ചെന്ന് തോന്നിയാൽ അപ്പോഴും കാലിയാവാറാണ് പതിവ്. പക്ഷേ ഒരു 2-3 ദിവസം വെച്ചിരുന്നാൽ നല്ലതുപോലെ എരിവും ഉപ്പും കായവും എല്ലാം കൂടെ നന്നായിട്ട് പിടിച്ച് നല്ല ടേസ്റ്റായിട്ടിരിക്കും. അപ്പോൾ എന്തായാലും ഞങ്ങളിതാ അത് ഉപ്പിലിട്ട് വെക്കുകയാണ്. അങ്ങനെ ആ സംഭവം അവിടെ ഉപ്പിലിട്ടതൊക്കെ റെഡിയായി. അപ്പോഴാണ് ചേച്ചി കൊണ്ടുവന്ന ശീമച്ചക്കയുടെ കാര്യം ഓർത്തത്. അപ്പോൾ ശീമച്ചക്ക ഇവിടെ നമുക്ക് ഇറച്ചിക്കറി പോലെ വെക്കാം, ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ വെച്ചാൽ. അങ്ങനെ അമ്മ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അത് വെക്കാമെന്ന് പറയും, ശീമച്ചക്ക കറി ഇന്ന് രാത്രിയത്തേക്ക് വെക്കാം. അപ്പോൾ കൊഞ്ച് തോരൻ വെച്ചതുണ്ട്, എന്തായാലും അതിരിക്കട്ടെ, ചേട്ടന് വേണമെങ്കിൽ അത് കൊടുക്കാം. അപ്പം നമ്മൾ ബാക്കി എല്ലാവരും ശീമച്ചക്ക ഇരുന്നതുകൊണ്ട് ഉച്ചയ്ക്ക് തന്നെ കൊഞ്ച് തോരൻ എടുത്തായിരുന്നു. അപ്പോൾ ചേട്ടന് വേണ്ടി പച്ചരിപ്പുട്ടും കൊഞ്ച് തോരനും ആക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വെച്ചിട്ടുണ്ട്. അല്ല പുള്ളിക്കാരന് അത് വേണ്ട, നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ വിചാരിക്കുന്നത് അപ്പവും ശീമച്ചക്ക കറിയുമാണ്. അപ്പവും ശീമച്ചക്ക കറിയും മതിയെന്നുണ്ടെങ്കിൽ അത് കൊടുക്കാം, എന്ത് വേണോ കൊടുക്കാം. ഇന്ന് ബൊഫയാണ് ഇന്നിവിടെ. അങ്ങനെ ഇതാ അമ്മ ശീമച്ചക്ക എല്ലാം കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കൊരു അരമുറി മതിയാവും, അരമുറി പിറ്റന്നത്തേക്ക് വെച്ചിരുന്ന്. ശീമച്ചക്ക തന്നെ അറിയാമല്ലോ, നമുക്ക് അത് കൂട്ടുകറി പോലെ വെക്കാം, അല്ല ചിക്കൻ കറി പോലെ വെക്കാനായിട്ട് പറ്റും, തോരൻ വെക്കാനായിട്ട് പറ്റും. നമ്മൾ അവിച്ചിട്ട് അതിൽ തേങ്ങാപ്പീരയും കടുകൊക്കെ താളിച്ച് അങ്ങനെ കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ്. പക്ഷേ എനിക്ക് അങ്ങനെ കഴിക്കുന്നത് വലിയ താല്പര്യമൊന്നുമില്ല. അമ്മയ്ക്ക് ഇവിടെ എല്ലാവർക്കും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അവിച്ച് കഴിക്കുന്നത്. ഇങ്ങനെ കറി വെച്ച് കഴിക്കുന്നതാണ് എനിക്ക് കൂടുതലിഷ്ടം. അങ്ങനെ ഇന്നതാ അമ്മ അത് കറി വെക്കാനായിട്ടൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പവും ശീമച്ചക്ക കറിയും കൂടെ വെച്ചാൽ ഇന്നത്തെ അംഗം അതോടെ അങ്ങ് തീരുമല്ലോ.
പിന്നെ ഈ ശീമച്ചക്ക ആയിരുന്നാലും നമ്മൾ കട്ട് ചെയ്ത് വെള്ളത്തിടണതാണ് നല്ലത്. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു കറയുണ്ട് ഈ സംഭവങ്ങൾക്കെല്ലാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോഴേക്കും അതൊന്ന് കറുത്തിരിക്കും. അതുകൊണ്ട് കട്ട് ചെയ്ത് നേരെ വെള്ളത്തിലോട്ടാണ് ഇടണത്. അതുപോലെ തന്നെ സവോളയും കൂടെ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇവിടെ കേശുവും അളിയന്മാരുമായിട്ടൊക്കെ ഭയങ്കര കളി നടക്കുകയാണ് റോഡിൽ. അവന്മാർക്ക് പിന്നെ എന്ത് കിട്ടിയാലും അത് കളിപ്പാട്ടമാണ്. ഒരു കുപ്പി അടിച്ച് കളിക്കുകയാണ് മൂന്നാളും കൂടെ അവിടെ. കേശുവിനെ ഇപ്പോൾ ട്യൂഷൻ പഠിപ്പിക്കാൻ വരും. പക്ഷേ ട്യൂഷൻ പഠിക്കാനൊന്നും മോനിപ്പോൾ വലിയ താല്പര്യക്കുറവൊന്നുമില്ല. കിച്ചു വന്ന ഉടനെ പാവം മോനങ്ങ് അവൻ്റെ കൂടെ പൊയ്ക്കോളും പഠിക്കാനായിട്ട്. പിന്നെ കിച്ചുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അവൻ ഒരു ദിവസം പഠിപ്പിക്കാൻ വന്നില്ലെങ്കിലാണ് ഇപ്പോൾ കേശുവിന് വിഷമം. അങ്ങനെ ഞാൻ അമ്മ അവിടെ വിളക്കൊക്കെ കത്തിക്കുന്ന തിരക്കിലൊക്കെയാണ്. അപ്പോൾ ഞാൻ ഈ കറി ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ഉരുളക്കിഴങ്ങ് കറി വെക്കും പോലെ അങ്ങ് വെച്ചാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വിചാരിച്ച് എങ്ങനെയാണ് ഈ സംഭവം നമ്മൾ പഠിക്കേണ്ടേ. അപ്പോൾ ശീമച്ചക്കയും അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളിയും തോനെ ഇടണം. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുത്ത് ആദ്യം എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പിലയിട്ട് വറ്റൽമുളകിട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ഞാൻ ഏകദേശം ഒരു പിടി അടുപ്പിച്ചിട്ടിട്ടുണ്ടായിരുന്നു. തോനെ ഇട്ടാൽ അത്രയും നല്ലത്. അപ്പോൾ കുറച്ചധികം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റാക്കിയിട്ട് പച്ചമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് നല്ലതുപോലെ വഴറ്റി അതിനുശേഷം ഈ ശീമച്ചക്ക അതിലേക്ക് തട്ടി വെള്ളം ഒഴിച്ചൊന്ന് വേവിച്ച് ഉപ്പും കൂടെ ഇട്ടാണ് വേവിച്ചത്. വേവിച്ചതിന് ശേഷം ഒരു തേങ്ങയുടെ പകുതി അരമുറി തേങ്ങ ഒന്ന് തിരികെ എടുത്തിട്ട് അതിൽ രണ്ടാം പാൽ എടുത്തിട്ട് അത് ഒഴിച്ച് കുറച്ചും കൂടെ നന്നായിട്ട് വേവിച്ച് വെന്ത് വന്നതിന് ശേഷം ഒന്നാം പാലും കൂടെ ഒഴിക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ രണ്ടാം പാൽ ഒഴിച്ചൊന്ന് വേവിച്ചിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ ഗരം മസാലപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അല്ലാണ്ട് ഒരല്പം ഉലുവാപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം. ഇനി ഇതൊക്കെ ഇളക്കിയെടുത്ത് നല്ല ഒന്ന് സെറ്റായി വരുമ്പോഴേക്ക് ഇതിൽ ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ചൂടാക്കിയതിന് ശേഷം കടുക് താളിച്ചിട്ട് കൊടുത്ത് ഇറക്കിയാൽ നല്ല കിടിലൻ. എനിക്ക് തന്നെ വെച്ചിട്ട് ഇഷ്ടപ്പെട്ട്. സ്വന്തമായിട്ട് വെച്ചിട്ട് നമ്മൾ സ്വന്തമായിട്ട് തന്നെ നല്ലതെന്ന് പറയാൻ പാടില്ലെന്നാണ് പറയാറ്. പക്ഷേ എനിക്ക് തന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ട് നല്ല ടേസ്റ്റായിരുന്നു. നമ്മൾ ചിക്കൻ കറി തോറ്റുപോകും അങ്ങനെയുള്ള ഒരു ടേസ്റ്റായിരുന്നു ഇത് വെച്ചിട്ട്. അപ്പോൾ എല്ലാം സെറ്റായി. ഇനി ഇതിൽ കടുകും കൂടെ താളിച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. കറിവേപ്പില പിന്നെ എല്ലാത്തിലും ഇപ്പോൾ വാരിയിട്ട് ഇഷ്ടംപോലെ കറിവേപ്പില കിട്ടുന്നുണ്ടല്ലോ. അന്ന് സ്റ്റോർ ചെയ്ത് വെച്ച കറിവേപ്പിലേക്ക് ഇപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ അതെല്ലാം ഒന്ന് കറുത്ത് അഴുകിപ്പോയെന്നല്ല, കളറ് മാറി പച്ച കളറ് മാറിയിട്ട് ഇപ്പോൾ ബ്ലാക്ക് കളറിലേക്ക് ഇരിക്കുകയാണ്. എന്നാലും ഞങ്ങൾ കളയൂല, വേറെ പ്രശ്നമൊന്നും ഇല്ലല്ലോ. ഇനി കുറച്ച് മല്ലി ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞ് കടുകും കൂടെ താളിച്ചൊഴിച്ചാൽ നമ്മുടെ കിടിലൻ എന്താ പറയുന്നത് കിടിലൻ കറി ഇവിടെ റെഡിയായി. ഇനി നല്ല ഒരു വെള്ളയപ്പം കൂടെ ചുട്ട് അതിൽ ഈ കറിയും കൂടെ ആയിട്ട് കഴിച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. നമുക്ക് ഈ പച്ചരി പുട്ടിൻ്റെ കൂടെ കഴിക്കാം, ചപ്പാത്തിയുടെ കൂടെ കഴിക്കാം, ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം. ഇത് ഓൾ ഇൻ ഓൾ ആണ്. ഏതിൻ്റെ കൂട്ടത്തിലും അതങ്ങ് ചേർന്നോളും. അപ്പോൾ ഇനി അപ്പം കൂടെ ചുടണം. അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി. അപ്പോൾ അപ്പത്തിന് അമ്മ ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് ആട്ടി വെച്ചതാണ്. രാവിലെ ആയിരുന്നു വെള്ളത്തിൽ ഇട്ടത്. അപ്പോൾ ഇനി ചേട്ടന് വേണ്ടി പച്ചരി പുട്ട് വേണോ അല്ല അപ്പവും ഇതും കഴിക്കുമോ എന്ന് ഇനി വിളിച്ച് ചോദിക്കണം പുള്ളിക്കാരൻ്റെ അടുത്ത്. അപ്പവും ശീമച്ചക്ക കറിയും കഴിക്കാം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പവും ശീമച്ചക്ക കറിയും അതിൻ്റെ കൂടെ തന്നെ കൊഞ്ച് തോരനും കൂടെ ആക്കി കൊടുക്കാം. പുട്ടും കൊഞ്ച് തോരനും വേണം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ പുട്ട് അവിക്കണം, പുട്ടും കൊഞ്ച് തോരനുമായിട്ട് കൊടുക്കണം. അങ്ങനെ എന്തായാലും പിള്ളേർ സെറ്റിനുള്ള അപ്പവും കറിയും ആദ്യം കൊടുത്ത് അവരെ ഒന്ന് ഒതുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാക്കിയൊക്കെ ഇനി നമുക്കല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളിത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. യൂട്യൂബിലാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.